കൊല്ലം മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ നടന്ന ശ്രീ സൂക്ത പൂർവക മഹാലക്ഷ്മി യാഗത്തിന് പരിസമാപ്തിയായി. കൃഷ്ണായനം സനാതനധർമ്മ പ്രചാരണ സേവാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യാഗം. കുലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടിക യാഗത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അഗ്നിയെ സാക്ഷിയാക്കി വേദമന്ത്രധ്വനികളും മനസ്സർപ്പിച്ചുള്ള പ്രാർത്ഥനകളും നിറഞ്ഞു നിന്ന ദിനങ്ങൾ. മണ്ണൂർക്കാവ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിനും ചാലായിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനും മധ്യേ നടന്നുവന്ന ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗമാണ് പര്യവസാനിച്ചത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയായിരുന്നു മുഖ്യ പുരോഹിതൻ. ഭക്തരുടെ സർവസിദ്ധിക്കും ഐശ്വര്യത്തിനും കാര്യപ്രാപ്തിക്കുമായാണ് ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗം നടത്തിയത്. സന്തോഷപൂർവ്വം വളരെ ആധ്യാത്മികമായ പ്രഭാഷണത്തിലൂടെയും വേദോക്തമായ ചതുർവേദ ജപങ്ങളിലൂടെയും രാവിലെ ഗണപതി പൂജ, അതുപോലെ അഷ്ടലക്ഷ്മി സങ്കല്പ പൂജ, അത് കഴിഞ്ഞാൽ ശ്രീസൂക്തപൂർവ മഹാലക്ഷ്മി യാഗം, വൈകുന്നേരം ഓരോ ദിവസവും പ്രത്യേകമായ ചക്രാബ്ജ പൂജ, ലക്ഷ്മീനാരായണ പൂജ, അതുപോലെ ഇന്നലെ രുദ്രപൂജ ഇത്യാദി അതിശക്തമായ മഹാ ഐശ്വര്യത്തിനും സർവരോഗ ശമനത്തിനുള്ള പൂജകളും കാര്യങ്ങളുമൊക്കെയായിരുന്നു ഓരോ ദിവസവും നടന്നത്. ശ്രീസൂക്ത ഹോമം, അഷ്ടാവധാന പൂർവക രാജോപചാര പൂജ, ചക്രാബ്ജ മഹാവിഷ്ണു പൂജ, ലക്ഷ്മീ നാരായണ പൂജ, രുദ്രപൂജ എന്നിവയാണ് യാഗത്തിന്റെ ഭാഗമായി നടന്നത്. 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കൃഷ്ണായനം സനാതനധർമ്മ പ്രചരണ സേവാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു കൊല്ലത്ത് ആദ്യമായി ഇങ്ങനെയൊരു യാഗം നടന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞങ്ങളുടെ ആചാര്യൻ്റെയും ഗുരുപരമ്പരയുടെയും കാരണത്താൽ ഉദ്ദേശിച്ചാലും വളരെ ഭംഗിയായി ഇത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതിനാൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പ്രകൃതി പോലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നു. ഇനിയും ഇത്തരത്തിലുള്ള ആധ്യാത്മിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസത്താൽ ഞങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുകയാണ്. കൃഷ്ണായനം ഗുരുനാഥന്റെ അനുഗ്രഹത്തോടെ സർവ്വ ഐശ്വര്യത്തിനും രാഷ്ട്ര പുരോഗതിക്കും അഖണ്ഡതയ്ക്കും കൂടിയായിരുന്നു യാഗം നടത്തിയത്. ഓം ഗന്ധദ്വാരാന്തരാധരണേ യശ്ചൻ സുവർണാം ഹേമമാലിനീം സൂര്യാം ഹിരണ്മയീം ലക്ഷ്മീം യസ്യാം ഹിരണ്യം പ്രഭോദം ഗാവോദാസ്യോശ്വാൻ വിന്ദയം പുരുഷാന്തേം പദ്മേ സ്ഥിതാം പദ്മവർണാം താമിഹ പക്വയേ ശ്രിയം സ്വാഹാ. ഓം ചന്ദ്രാം. യാഗത്തിൽ 40ഓളം പേർ യജമാനത്വം സ്വീകരിച്ചിരുന്നു. ലോകത്തിലെ സർവ്വ അഭിവൃദ്ധിക്കും ഉത്തമമായ അക്ഷയ തൃതീയയിലായിരുന്നു മഹാലക്ഷ്മി യാഗ സമാപനം. നിരവധി ഭക്തരാണ് യാഗത്തിൽ പങ്കുചേരാനായി ഇവിടേക്കെത്തിയത്. ജനം, കൊല്ലം.